ഗൈസ് വരൂ നമുക്കൊരു പൊതിച്ചോറ് കാണാം. കുറേ നാളായാലും ഒരു പൊതിച്ചോറ് കണ്ടിട്ട്. ഇലയിട്ടു, അതിൽ ചോറ് വെച്ചു, അതിനുശേഷം കിഴങ്ങ്, നല്ല വെന്ത കിഴങ്ങ്. അടുത്ത് എൻ്റെ പൊതിച്ചോറായതുകൊണ്ട് തന്നെ കുറച്ച് കിഴങ്ങേ വെച്ചുള്ളൂ. എനിക്ക് പൊതുവേ കിഴങ്ങിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട്. പിന്നെ പയറ് തോരൻ, പിന്നെ രാവിലെ ഞാൻ ഉള്ളിൽ നെത്തോലി ഇട്ടുണ്ടാക്കിയ നെത്തോലി തോരൻ, പിന്നെ ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാർ. ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാർ എന്ന് പറയാൻ കാര്യം അമ്മ പെട്ടെന്നിട്ടതാണ് കേട്ടോ. പിന്നെ പൊരിച്ച മീനുണ്ടായിരുന്നു, ചാളക്കറി, ചാള പൊരിച്ചത്, പിന്നെ ഇന്നലത്തെ നെത്തോലി കൂട്ടാൻ വറ്റിച്ചതുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ എനിക്ക് തലേ ദിവസത്തെ കറികൾ ഇഷ്ടമല്ല, പക്ഷേ മീൻ കൂട്ടാൻ മാത്രം തലേ ദിവസത്തെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഒരു മുട്ട പൊരിച്ചതുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. ചമ്മന്തി വയ്ക്കാൻ മറന്നുപോയി ഗൈസ്. പിന്നെ പൊതി രണ്ടാമതൊക്കെ തുറന്ന് ചമ്മന്തിയൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേർക്കാണ് പൊതി ഉണ്ടാക്കി. ഒന്ന് എനിക്ക്, ഒന്ന് അമ്മയ്ക്ക്, ഒന്ന് തിങ്കളിന്. അച്ഛന് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പൊതി എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമല്ലോ, ഒരു 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണമല്ലോ. അതിൻ്റെ ഇടയിൽ നമ്മൾ രാവിലത്തെ ചക്കയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാത്തിരുന്ന് 1 മണിയായി ഗൈസ്. അങ്ങനെ പൊതി തുറന്നു. പൊതി തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. കുറേ നാളായി പൊതിച്ചോറ് തിന്നിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കഴിച്ചോളാൻ വയ്യ. കുറേ ചോറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് മുഴുവൻ ചോറും കഴിച്ചെത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ കറികളെല്ലാം ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ചോറ് കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇവിടെ താറാവുണ്ട് കേട്ടോ. പിന്നെ താറാവിനും എടുത്തിട്ടുണ്ടായിരുന്നു. തിങ്കൾ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.